Every dream celebration deserves a grand entrance, from timeless Rolls-Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. പി തങ്കച്ചന്റെ നിര്യാണത്തിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അനുശോചനം രേഖപ്പെടുത്തി. മുൻ KPCC പ്രസിഡന്റും UDF കൺവീനറുമായിരുന്ന പി തങ്കച്ചന്റെ നിര്യാണത്തിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്നു പി തങ്കച്ചൻ. ദീർഘകാലത്തെ ബന്ധമാണ് തനിക്ക് അദ്ദേഹവുമായി ഉണ്ടായിരുന്നത്. പി തങ്കച്ചൻ KPCC പ്രസിഡന്റിന്റെ ചുമതല വഹിച്ചിരുന്ന കാലഘട്ടത്തിലാണ് താൻ കണ്ണൂർ DCC പ്രസിഡന്റായി പ്രവർത്തിച്ചത്. UDF കൺവീനറായി അദ്ദേഹം പ്രവർത്തിച്ച കാലഘട്ടത്തിലും ജില്ലാ ചെയർമാനായി പ്രവർത്തിക്കുവാൻ തനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ വലിയ പിന്തുണയും പ്രോത്സാഹനവും അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. സൗമ്യശീലനായ അദ്ദേഹം എല്ലാവരോടും സൗഹൃദം പുലർത്തി. UDF കൺവീനറായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ പാർട്ടിയും മുന്നണിയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ നിർണായക ഇടപെടൽ നടത്തിയ നേതാവാണ് പി തങ്കച്ചൻ. പാർലമെന്ററി രംഗത്തും സംഘടനാ രംഗത്തും ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ചു. എറണാകുളം DCC പ്രസിഡന്റായും MLA ആയും പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച അദ്ദേഹം സ്പീക്കറായും മന്ത്രിയായും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. സമഭാവനയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി. കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്നു ശ്രീ പി തങ്കച്ചൻ. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ കോൺഗ്രസ് പ്രവർത്തന രംഗത്ത് വളരെയേറെ ശ്രദ്ധേയമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു. അദ്ദേഹം വഹിച്ച പദവികൾ നിരവധിയാണ്. എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ദീർഘനാൾ പ്രവർത്തിച്ചു. പെരുമ്പാവൂർ MLA ആയി പലതവണ വിജയിച്ചു. നിയമസഭ സ്പീക്കറായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. കൃഷി മന്ത്രിയായി അദ്ദേഹം സംസ്ഥാനത്ത് അറിയപ്പെട്ടു. UDFന്റെ കൺവീനറായി ശ്രീ പി തങ്കച്ചൻ ദീർഘനാൾ വളരെ വിജയകരമായി പ്രവർത്തിക്കാൻ നേതൃത്വം കൊടുത്തു. KPCCയുടെ പ്രസിഡന്റായും ശ്രീ പി തങ്കച്ചന്റെ സേവനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ലഭിച്ചിരുന്നു. അദ്ദേഹം KPCC പ്രസിഡന്റും UDF കൺവീനറുമായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായും UDFന്റെ ജില്ലാ ചെയർമാനായും പ്രവർത്തിക്കാൻ സാധിച്ചതെന്ന് ഓർമ്മിക്കുകയാണ്. വലിയ സൗഹൃദം, സമഭാവന, അതായിരുന്നു തങ്കച്ചേട്ടന്റെ പ്രത്യേകത. അദ്ദേഹം ഒന്നിച്ചുള്ള യാത്രയിൽ അദ്ദേഹം പറഞ്ഞത് ഓർമ്മിക്കുന്നു. ഒരു നല്ല നിയമജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ ടെസ്റ്റ് എഴുതി മുൻസിഫ് സെലക്ഷൻ കിട്ടിയതാണ്. പരീക്ഷ പാസ്സായി, ഇന്റർവ്യൂ വിജയിച്ചു. മുൻസിഫ് സെലക്ഷൻ കിട്ടിയിരുന്നെങ്കിൽ പോലും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അത് വേണ്ട, ജോയിൻ ചെയ്യാതെ രാഷ്ട്രീയത്തിൽ വന്നു പ്രവർത്തിച്ചു. മുൻസിഫ് സെലക്ഷൻ കിട്ടിയിട്ടും അത് ഉപേക്ഷിച്ച് പൊതുപ്രവർത്തനം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് പി തങ്കച്ചനെന്നും സണ്ണി ജോസഫ് അനുസ്മരിച്ചു. പി തങ്കച്ചനെ പോലെയുള്ള മുതിർന്ന നേതാവിന്റെ വിയോഗം കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കനത്ത നഷ്ടമാണ്. പി തങ്കച്ചന്റെ നിര്യാണത്തെ തുടർന്ന് KPCC 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിക്കുന്നതിനായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.